നന്മ 24 ന്യൂസിലേക്ക് സ്വാഗതം. ആധുനിക രീതിയിൽ നിർമ്മിച്ച അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നാൽപ്പത്തിരണ്ടല്ലേ 42 കൊല്ലം ഈ ബാങ്കിന്റെ എന്നെ വിളിച്ചിട്ട് ഇവിടെ എല്ലാവരും കൂടി സ്വീകരണം കൂടി 40 വർഷമായി. അപ്പൊ ഞാൻ വിചാരിച്ചു 40 വർഷം എല്ലാവരും കുഴപ്പമില്ല. അപ്പൊ അന്നാണ് പാർട്ടി തീരുമാനിച്ചത് 2 ടേം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് വേറെ വരുത്തി. പക്ഷെ ഈ ചെറിയ സ്ഥാപനത്തിൽ നിന്ന് സഹോദരൻ പറഞ്ഞ ഇനി പുതിയ ആളുകൾ വരണം, ഞാൻ ഒഴിയാണെന്ന് പറഞ്ഞു. ഈ ചെറിയ നിന്നാണ് ഈ വലിയ രൂപത്തിലേക്ക് ബാങ്ക് വളർത്തുന്നത്. അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ നിസ്തുലമാണ്. ഹസൈനാർ ഈ സന്ദർഭത്തിൽ ഈ നാടിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങളെല്ലാം നടത്താൻ നല്ല രീതിയിലുള്ള ക്രമീകരണം ഈ ഓഡിറ്റോറിയത്തിലുണ്ട്, ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട്. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. 3 ബ്രാഞ്ച് നീതി ലാഭം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തോന്റെ നേതൃത്വത്തിൽ എനിക്ക് എല്ലാ വൈസ് പ്രസിഡന്റായിട്ട് ഭരണസമിതി മികച്ച രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ ഉള്ള കെട്ടിടം നമുക്ക് എല്ലാവർക്കും അറിയാം, മെട്രോയുടെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോഴാണ് പുതിയതിലേക്ക് മാറിയത്. അത് കുറെ കൂടി സൗകര്യമുള്ളതിലേക്ക് മാറുന്നതിന് സഹായകരമായി സഹകാരികൾ അർപ്പിക്കുന്ന വിശ്വാസം അത് പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് ഇനിയും മുന്നേറാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അയ്യനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു കെട്ടിടം ഇത്ര നല്ല ഭംഗിയായി നല്ല രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മെട്രോയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അകത്തേക്ക് മാറ്റി പണിയേണ്ടി വന്നത് കൊണ്ടാണ് പൊളിച്ചു പണിതത് എന്നതും, അത് മെട്രോയുടെ വർക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നന്നായിട്ട് എൻ്റെ പണി കഴിക്കാനും അതുപോലെ നന്നായിട്ട് നമ്മളുടെ നാട്ടിലുള്ളവർക്കൊക്കെ സാമ്പത്തികമായി ഒരു ഭദ്രത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുക. സാധാരണക്കാരന് സമീപിക്കാവുന്ന രീതിയിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അതുപോലെ അവരുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾക്കുമൊക്കെ സഹായിക്കുന്ന രീതിയിൽ ഈ ബാങ്കിങ് പ്രവർത്തനം എല്ലാവർക്കും ഒന്നിച്ച് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നാം വിചാരിച്ചാൽ വലിയ ഉന്നതിയിൽ എത്തിക്കാനാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ വീഴ്ച ഈ പ്രസ്ഥാനത്തിന് അപജയവും ഉണ്ടാക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും സഹകരണ കൂട്ടായ്മയ്ക്കും സഹകരണ പ്രസ്ഥാനത്തിനും അപജയമുണ്ടാകുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകാതെ സഹകരണ പ്രസ്ഥാനത്തെ നല്ലവണ്ണം സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിന്റെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് ഞങ്ങൾ സഹകാരികളുടെ പിന്തുണയോടെ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയോടെ ഞങ്ങൾ നിർവഹിച്ചു വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 1946 സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന്റെ 1 വർഷം മുമ്പ്, അന്ന് ഈ പ്രദേശത്ത് ചെമ്പുമുക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അയ്യനാട് പള്ളി മുൻകൈയെടുത്താണ് ഒരു ചെറിയ സഹകരണ കൂട്ടായ്മയായി ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. രസന സഹോദരിയുടെ പ്രസംഗത്തിൽ പറയും, ഒരു പെട്ടിക്കടയിൽ നിന്നാണ് ഇതിനെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിച്ചത്. ആ പരിശ്രമം എന്നുള്ളത് വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിന്റെ അടിത്തറയും അതിന്റെ ബേസും വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് പോറലേൽക്കാതെ കഴിഞ്ഞ 29 വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മുൻഗാമികളുടെയും ഇതിന്റെ ജീവനക്കാരുടെയും
ക്രെഡിറ്റ് എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ചുമതല. ആ ചുമതല അവർ വളരെ ഭംഗിയായി നിർവഹിച്ചു. ആ നിർവഹണമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ നാം മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ പ്രസ്ഥാനം ഇന്ന് വലിയ നിരക്ക് ഡിപ്പോസിറ്റ് ഉള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലെല്ലാം ഡിപ്പോസിറ്റ് പിൻവലിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെല്ലാം വന്നപ്പോൾ ആ ഡിപ്പോസിറ്റ് ഒന്നും കാര്യമായി ചോർന്നു പോകാതെ ഞങ്ങൾക്കൊപ്പം നിന്ന സഹകാരികളാണ് ഞങ്ങളുടെ സമ്പത്ത്. ആ സമ്പത്തിന് അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ അവർക്ക് ഞാൻ ഊഷ്മളമായി സ്വാഗതം ആശംസിക്കുകയാണ്. അവരാണ് ഇതിന്റെ കരുത്ത്. നിങ്ങളുടേതായ പ്രസ്ഥാനം ഞങ്ങൾ വെറും കാവൽക്കാർ മാത്രമാണ്. കാവൽക്കാരുടെ ചുമതലയാണ് ഭരണസമിതിക്കുള്ളത്. നിങ്ങളേൽപ്പിച്ചിട്ടുള്ള പണം, നിങ്ങളേൽപ്പിച്ചിട്ടുള്ള ഈ സ്ഥാപനം അതിനൊരു പോറല് പോലും ഏൽക്കാതെ അതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കാവൽക്കാരന്റെ, സെക്യൂരിറ്റിക്കാരന്റെ പണിയാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണി നിങ്ങളുടെ സഹായത്തോടെ, നിങ്ങളുടെ പിന്തുണയോടെ പൂർവാധിക ശക്തിയായി ഞങ്ങൾ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ് ഇത്തരം സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുക. ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ അവർ വരുന്നത്, നടന്നു വരുന്നവർ അപൂർവമായിട്ടായി അവർക്ക് വാഹനത്തിലായിരിക്കും വരും. ആ വാഹനം പാർക്ക് ചെയ്ത് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നിർവഹിച്ച് തിരികെ പോകാനുള്ള സൗകര്യമാണ്, ഒരു കസ്റ്റമർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സംവിധാനം താഴെ. എന്റെ ഓർമ്മയിൽ താഴെ ഒരു ചെറിയ കെട്ടിടവും അതിനോട് ചേർന്ന് ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭവങ്ങളും സാധനങ്ങളും കൊടുക്കുന്ന ഒരു ചെറിയ കടയായിട്ടാണ് നമ്മളിത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിമനോഹരമായ ഒരു കെട്ടിടം. ചിലപ്പോൾ മെട്രോ നമുക്ക് തോന്നും ഈ മുന്നിൻ്റെ കൂടെ ഒരു തള്ളുകൂടെ എന്ന് പറഞ്ഞാൽ ആ മെട്രോ വന്നാൽ ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കാം അതിനോടൊന്നിച്ച് കെട്ടിടം പൊളിക്കാനും അതിമനോഹരമായൊരു കെട്ടിടം ഇവിടെ വരാനും എല്ലാം നമുക്ക് സാധിച്ചു. ഇത് തുടക്കം എൻ്റെ ഓർമ്മയിൽ നമ്മുടെ തുതിയിലുള്ള കുറച്ച് കർഷക സുഹൃത്തുക്കൾ, പ്രായമായവരെ ഇന്നവരൊക്കെ മൺമറിഞ്ഞു പോയി, അസൈനാരിക്കൊക്കെ അറിയാം. അവരൊരു 10-15 പേര് കൂടി തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ് പണ്ട് കാലങ്ങളിൽ. ഇന്ന് അവരൊന്നുമില്ല, ഉള്ളവരില്ലാത്ത മെമ്പർമാരും അല്ല. അന്ന് കുറെ പുരാതനമായ, അന്ന് കുടുംബങ്ങൾ തന്നെ വളരെ കുറവാണ്. നമ്മൾ തമ്മിൽ ജാമ്യം നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടി തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ്. ഇന്നത്തെ പോലെ വലിയ സാമ്പത്തികമൊന്നും അന്നില്ല. അന്നൊരു 5000 രൂപ കിട്ടണമെങ്കിൽ തന്നെ 2 മെമ്പർമാരെയും വിളിച്ചോണ്ട് വന്ന് തമ്മിൽ ജാമ്യം നിന്നാൽ നമുക്ക് കിട്ടും. അന്ന് 5000 രൂപ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എമൗണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനം ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ ഇന്നത്തെ ഉയർച്ചയിലും അതോടൊപ്പം ഇതിന് അഹോരാത്രം പ്രയത്നിച്ച മുൻ പ്രസിഡന്റുമാരും അതോടൊപ്പം സഹകാരികളും പിന്തുണയും എല്ലാം ഈ തരുണത്തിൽ നമ്മുടെ ഇന്നത്തെ സഹകരണ മേഖല നേരിടുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം സഹകരണ മേഖലയുടെ കെട്ടുറപ്പ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലുള്ള വിശ്വാസവും കൂടിയാണ് എന്ന് ഈ അടുത്ത കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘം മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് പുതുക്കിപ്പണിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴും എല്ലാ രീതിയിലും ഭംഗിയായിട്ട് ഈ കെട്ടിടം പൂർത്തീകരിക്കുന്നതിനും അതിനുവേണ്ടി ഇപ്പോഴത്തെ മുൻ പ്രസിഡന്റിന്റെ യഥാർത്ഥ പിന്തുടർച്ച എന്നതിലേക്ക് പ്രവർത്തിക്കുന്ന ശ്രീ KT എല്ലോ സാറിനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ആദ്യ കാലത്ത് തന്നെ ഒരു സാമ്പത്തിക സ്ഥാപനമായ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസും സ്മാർട്ടായ ദിവസം അത് ഉദ്ഘാടനം ചെയ്ത ചരിത്രപരമായിട്ട് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു ഏറെ അഭിമാനമായിരുന്നു. അസേനാർ സാഹിബിന് മന്ത്രി തന്നെ പറഞ്ഞ കാര്യം, ചെറിയ ഒരു പെട്ടിക്കടയിൽ തുടങ്ങിയ ഈ സ്ഥാപനം കോറത്തുണി മുറിച്ചു കൊടുത്ത് 25 പൈസ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം. അമ്പലപ്പാറയിലെയും കോഴിക്കോടി പ്രദേശത്തെ ഇവിടുത്തെ കർഷക തൊഴിലാളികളും കരിങ്ങൽമടയിലും എല്ലാം പണിക്ക് പോയിരുന്ന സാധാരണക്കാരൻ അവരുടെ ചെറിയ വരുമാനം കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് ഈ മുനിസിപ്പാലിറ്റിയിലെ ഏത് ന്യൂ ജനറേഷൻ ബാങ്കുകളെ കടപിടിക്കുന്ന രീതിയിലേക്ക്